ഹായ്, ദിലീപ് നായകനാകുന്ന ബബ്ബബ്ബ എന്ന സിനിമ ഈ മാസം 18-നാണ് റിലീസ് ചെയ്യുന്നത്. ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയിൽ ദിലീപിനെ കൂടാതെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ ഇവർ രണ്ടുപേരും മുഖ്യ വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് റോളും ചെയ്യുന്നുണ്ട്. ഗസ്റ്റ് റോൾ എന്ന് പറയുമ്പോൾ 20 മിനിറ്റോളം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ ടീസറും ട്രെയിലറും എല്ലാം ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. അതായത് വലിയ ഹിറ്റായിരുന്നു. ഈ സിനിമയെ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിൽ ഈ സിനിമ പ്രേക്ഷകർക്കിടയിൽ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പുതിയ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിന്റെ സിനിമയ്ക്ക് ഞങ്ങൾ പോവില്ല, ദിലീപ് നായകനായ സിനിമ ഞങ്ങൾ കാണില്ല, തിയേറ്ററിൽ പോയി പടം കാണില്ല, ആ സിനിമയെ ഞങ്ങൾ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞൊരു കൂട്ടർ നിൽക്കുന്നുണ്ട്. അതെന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദിലീപ് ഒരു കേസിൽപ്പെട്ടു. ദിലീപിനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. ഇപ്പോഴും അയാൾ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായും നമ്മൾക്ക് അറിയില്ല ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. 6 പേർക്ക് കോടതി ശിക്ഷ കൊടുക്കുന്നു. ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, പിന്നിൽ ആളില്ലാതെ അവരങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട്. അതിന് പിന്നിൽ ദിലീപ് തന്നെയാണ്, ദിലീപ് ക്രിമിനലാണ്, അതുകൊണ്ട് തന്നെ ദിലീപിന്റെ സിനിമ കാണില്ല എന്നുള്ളതാണ്. കോടതിയിൽ ദിലീപിനെതിരെ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല. അതായത് കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചില്ല ദിലീപാണ് കുറ്റക്കാരൻ എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ കോടതിക്ക് ദിലീപ് തെറ്റുകാരനല്ല എന്ന് തോന്നിക്കാണും. ഇവിടെ ഇപ്പോഴും നമ്മൾക്കറിയില്ല ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന്. കോടതി അയാളെ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാത്തൊരു കാര്യത്തെ അയാൾ തന്നെയാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പിന്നെ ഇതുള്ളിൽ വെച്ച് ദിലീപിന്റെ സിനിമ കാണുന്നില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായും സിനിമ കാണുന്നതും കാണാതിരിക്കുന്നതും ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങൾ ആരും കാണാൻ പോകരുത് എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പുമില്ല. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. സിനിമ ഒരു വിനോദമാണ്, അതിനെ ആ രീതിയിൽ കാണണം. പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ദിലീപ് പണമെറിഞ്ഞാണ് കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടത്, ഇതിൽ നിന്നും തലയൂരിയത് എന്ന്. പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് കോടതിയെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ പല ആൾക്കാരും ഇന്ന് ജയിലിൽ കിടക്കില്ല. ഒരുപാട്, അതായത് ദിലീപിനേക്കാളും സമ്പത്തുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം വിവരക്കേടുകൾ നിങ്ങൾ ആരും വിശ്വസിക്കരുത്, അത് തെറ്റാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദിലീപിനെതിരെ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല, കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ദിലീപ് കുറ്റവിമുക്തനായത്. ഇപ്പോഴും നമ്മൾക്കറിയില്ല ദിലീപ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന്. അപ്പോൾ ദിലീപ് തെറ്റ് ചെയ്തു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, അതായത് അവർ ആരും കണ്ടിട്ടില്ല, ഈ വിശ്വസിക്കുന്ന ഒരാളും കണ്ടിട്ടില്ല ദിലീപ് ആണോ ചെയ്തത് എന്നൊന്നും അറിയില്ല, ദിലീപ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അതെന്ത് വിശ്വാസമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾക്കറിയാത്ത കാര്യം അതങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് വലിയ തെറ്റല്ലേ? ഒരു പക്ഷെ ദിലീപ് തെറ്റുകാരനല്ല എങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരും ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ ദിലീപിന്റെ ബബ്ബബ്ബ എന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ടുണ്ട്, അതായത് വലിയ ഹൈപ്പുണ്ട് സിനിമയ്ക്ക്. ഈ ഹൈപ്പ് ദിലീപ് നായകനായതുകൊണ്ട് വന്നതല്ല. അതായത് ദിലീപ് ഈ കേസിൽപ്പെട്ടതിന് ശേഷം ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. ആ സിനിമകൾക്കൊന്നും ഈ ഹൈപ്പ് കിട്ടിയിട്ടില്ല. ഒരു സിനിമയ്ക്കും വലിയ കളക്ഷനും നേടാനായിട്ടില്ല. അതായത് 50 കോടിക്ക് മുകളിൽ ഒരു സിനിമയ്ക്കും കളക്ഷൻ നേടാനായിട്ടുമില്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറച്ച് സിനിമകൾ എല്ലാം പരാജയമായിരുന്നു. അതിൽ മൈ ഫാമിലി മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ സിനിമയ്ക്കും വലിയ രീതിയിലുള്ള കളക്ഷനൊന്നും കിട്ടിയിട്ടില്ല. അതായത് ദിലീപിന് പഴയ പോലത്തെ മാർക്കറ്റ് ഇല്ല എന്നുള്ളത് എടുത്തു പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പല ആൾക്കാരും ദിലീപിന്റെ സിനിമ കാണാൻ പോവാറില്ല എന്നുള്ളതും സത്യമാണ്. ഇപ്പൊ ബബ്ബബ്ബ എന്ന സിനിമയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും സപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ദിലീപിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, അവിടെ ലാലേട്ടൻ ഗസ്റ്റായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രേക്ഷകർ അത് ആഘോഷമാക്കുന്നുണ്ട്. അതായത് മോഹൻലാൽ ഫാൻസ് ഇത് ആഘോഷമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിനിമ വരുമ്പോൾ തീർച്ചയായും പ്രേക്ഷകർ അടിച്ചു കയറും. ഇപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാത്ത പല ആൾക്കാരും മോഹൻലാൽ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തിയേറ്ററിലേക്ക് പോകും. അവിടെ പടം നല്ലതാണെങ്കിൽ തിയേറ്ററുകളിൽ ജനം അടിച്ചു കയറും. കാരണം മോഹൻലാൽ എന്ന നടൻ ആ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ട്രെയിലർ ഇറങ്ങി. ആ ട്രെയിലർ വലിയ വ്യൂസ് ആണ് നേടിയെടുത്തത്. മിക്ക റിവ്യൂവേഴ്സും ആ ട്രെയിലറിന്റെ അവസാനം 30 സെക്കൻഡ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്നു, നമ്മൾക്ക് കാണിച്ചു തരുന്നു. അതെന്തുകൊണ്ടാണ്? ആ സമയത്താണ് ലാലേട്ടൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സിനിമ കാണില്ല, കാണരുത് എന്ന് പറഞ്ഞാലും സിനിമയ്ക്ക് പ്രേക്ഷകർ കയറും. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷ കിട്ടണം. പക്ഷെ നമ്മൾക്ക് അറിയാത്തൊരു കാര്യത്തെ അത് അങ്ങനെയാണ് എന്നാക്കി തീർക്കുന്നതിനോട് നമുക്ക് ഒരു യോജിപ്പുമില്ല. സിനിമയെ വിനോദമായിട്ട് കാണൂ. ഈ സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ദിലീപിന് ദോഷമാകും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ദിലീപിനേക്കാളും ബാധിക്കുന്നത് ഒരുപാട് ആൾക്കാർക്കാണ്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആ സംവിധായകന്, ആ സിനിമയുടെ കഥ എഴുതിയ ആൾക്കാർക്ക്, അതുപോലെ സിനിമ വലിയ തുക മുടക്കി നിർമ്മിച്ച പ്രൊഡ്യൂസറിന്, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇനിയെങ്കിലും ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കണം. ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് കോടതിയും പോലീസും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത്. അത് അതിന്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദൈവത്തിന്റെ കോടതിയിൽ ശിക്ഷ ലഭിക്കും. ഈ കലാരൂപത്തെ
നിങ്ങൾ നശിപ്പിക്കരുത്. തീർച്ചയായും നിങ്ങൾ ആരും ആ സിനിമ കാണരുത് എന്ന് പറഞ്ഞ് പരത്തരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സിനിമ 18-ാം തീയതി തിയേറ്ററിലെത്തും. മോശമാണെങ്കിൽ എല്ലാവരും പോയി കാണണം എന്നൊന്നും ഞാൻ പറയില്ല. നല്ലതാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. തീർച്ചയായും എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സംഭവിക്കുക. പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.